വരുന്നു ഞാൻ പിതാവേ തിരുവുള്ളം നിറവേറ്റാൻ. തരുന്നു ഞാൻ പിതാവേ കരുണയും കരതാരിൽ. ഉരുകി ഉരുകി തീരും മെഴുകി തിരികൾ പോലെ ഞാൻ. ഉരുകി ഉരുകി തീരും മെഴുകി തിരികൾ പോലെ ഞാൻ. അങ്ങേയ്ക്കായി ജനത്തിനായി എരിയാൻ കത്തിയെരിയാൻ ഒരു ബലിയായി തരുന്നു ഞാൻ. ഒരു ബലിയായി തരുന്നു ഞാൻ. വരുന്നു ഞാൻ പിതാവേ തിരുവുള്ളം നിറവേറ്റാൻ. വരുന്നു ഞാൻ പിതാവേ കരുണയും കരതാരിൽ. കുരിശിലേറി ചിന്തിയ രക്തം കണിക പോലെ ഞാൻ. കുരിശിലേറി ചിന്തിയ രക്തം കണിക പോലെ ഞാൻ. അങ്ങേയ്ക്കായി ജനത്തിനായി ചൊരിയാൻ ജീവനലിയാൻ ഒരു ബലിയായി തരുന്നു ഞാൻ. ഒരു ബലിയായി തരുന്നു ഞാൻ. വരുന്നു ഞാൻ പിതാവേ തിരുവുള്ളം നിറവേറ്റാൻ. തരുന്നു ഞാൻ പിതാവേ കരുണയും കരതാരിൽ. കരുണയും കരതാരിൽ. ഇന്ന് വിശുദ്ധ യൂഫ്രാസ്യ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമുക്ക് തേടാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവര്, വിവാഹവാർഷികം ആഘോഷിക്കുന്നവര്, പ്രിയപ്പെട്ടവരുടെ സ്മരണ പുതുക്കി പ്രാർത്ഥിക്കുന്നവര്, ഇന്ന് ജീവിതാന്തസ്സുകളും തിരഞ്ഞെടുക്കുന്നവർ, പ്രത്യേകിച്ചും സന്യാസ സമർപ്പണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവര്, വാഗ്ദാനത്തിൻ്റെയൊക്കെ ജൂബിലി ആഘോഷിക്കുന്നവർ, വാർഷിക ദിനങ്ങൾ അനുസ്മരിക്കുന്നവർ, നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം ആവശ്യമായിരിക്കുന്ന എല്ലാ സംരംഭങ്ങളെയും സാഹചര്യങ്ങളെയും സമർപ്പിക്കാം. വിസാ തടസ്സങ്ങൾ, ജോലി സാധ്യതകൾ ആരായുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വഴികൾ തേടുന്നവർ, പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട ജോയി ആന്റണി, നമ്മുടെ NSTയുടെ ചെയർമാന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇടുക്കി രൂപതാധ്യക്ഷനും വൈദിക സഹോദരങ്ങളും രോഗികളായിട്ടുണ്ടാവുക എന്നുള്ള വാർത്ത നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിൽ കേരളം മുഴുവൻ ആകുലപ്പെട്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സംരംഭത്തിൻ്റെ ക്രൈസിസ് ഇന്നലെ പത്രവാർത്തകളിലൂടെ അറിയുന്നു. ഒത്തിരി സാധാരണക്കാരെ അതിൽ വ്യാകുലചിത്തരായിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീരാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീരാം നവമൊരു പീഠമൊരുക്കീരാം. ഗുരുവിൻ സ്നേഹമൊടിയാറും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുകുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശ്വരസിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ യൂഫ്രാസി അമ്മയെ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. അമ്മയെ പോലെ ജീവിതത്തിലും മരണത്തിലും അങ്ങയെ സ്നേഹിച്ചും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിച്ചും അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. യോവിൻ കനക പൂങ്കാവിൽ നാഥനു ഗാനമുദിർത്തിടുവിൻ. നാഥനു ഗാനമുദിർത്തിടുവിൻ. ദൈവിക ശക്തിക്ക് അനുഗുണമായി പരിചൊടു നാഥനെ വാഴ്ത്തിടുവിൻ. ദൈവിക ശക്തിക്ക് അനുഗുണമായി പരിചൊടു നാഥനെ വാഴ്ത്തിടുവിൻ. മഹാത്മ്യത്തിനിറങ്ങിയപ്പോൾ പാടി പാടി നമിച്ചിടുവിൻ. പാടി പാടി നമിച്ചിടുവിൻ. കർത്താവിൻ തിരുഭവനത്തിൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദ്യോവിൻ കനക പൂങ്കാവിൽ നാഥനു ഗാനമുദിർത്തിടുവിൻ. നാഥനു ഗാനമുദിർത്തിടുവിൻ. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷരുവേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്കോ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. വാഴ്ത്തിടുവിൻ.
പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. എന്റെ സഹോദരരെ, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരു ആശീർവദിച്ചു. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പ്രസാദകരമായ ജീവിതം. സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയും ചെയ്തിട്ടതുപോലെ ഇക്കാര്യങ്ങളെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. ദൈവമേ, ഹൃദയവയലുകളൊരു കേണമേ. സാദരം ഞങ്ങളിൽ നതു കേട്ടുനാഥാ, ജീവിതത്തിൽ പകർത്തീരാൻ വരം നൽകണേ. നമുക്ക് ശ്രദ്ധാവധ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 35 മുതൽ 45 വരെയുള്ള തിരുവചനം. സെബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയുടെ അരികിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തന്നെ തങ്ങളിൽ ഒരാൾ വലതുഭാഗത്തും ഒരാൾ ഇടതുഭാഗത്തും ഒക്കെ ഇരിക്കാൻ മഹത്വത്തിൽ വരുമ്പോൾ അവസരം നൽകണമെന്നുള്ള അഭ്യർത്ഥന വയ്ക്കുന്നതും ഈശോ താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തെ കുറിച്ചൊക്കെ അവരെ പ്രബോധിപ്പിക്കുന്നതും ഏറ്റവും അവസാനം ശിഷ്യന്മാർ രണ്ടുപേരുടെ ഈ ചോദ്യത്തിലും ഈശോയുടെ പ്രത്യുത്തരത്തിലൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയും അമർഷവും ഒക്കെ വന്നവർ ഈ 2 സഹോദരന്മാരോട് ഉള്ളിൽ ഏറെ അമർഷം തോന്നിയവര് ബാക്കി 10 പേര് ഈശോ എല്ലാവരെയും അടുത്ത് വിളിച്ച് തൻ്റെ നിലപാടുകൾ എന്തായിരിക്കും, താൻ എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി തീരാനുള്ളതുമാണ് തൻ്റെ ജീവിതമെന്ന് ഈശോ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടോ ഇതാണ് തൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടാകേണ്ട മനോഭാവം എന്ന് വ്യക്തമാക്കുകയാണ്. വിശുദ്ധ യുക്ലോസിയാമ്മയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിലൊക്കെ കുറവ് വന്നാലും, പണത്തിൽ കുറവ് വന്നാലും പുണ്യത്തിൽ കുറവ് വരരുത്. നമുക്ക് ദൈവരാജ്യത്തിന്റെ ശൈലികളോ സ്വന്തമാക്കി ജീവിക്കാൻ, വിരോചിതമായി ജീവിക്കുവാൻ, അതിനുവേണ്ടി എന്തും നഷ്ടപ്പെടുത്തുവാൻ ഈ വിശുദ്ധ ദിനത്തിൽ വിശുദ്ധ യുക്ലോസിയാമ്മയുടെ മാധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നതാകാൻ മോചന ദിവ്യമായി സമർപ്പിക്കുവാൻ വേണ്ട അനുഗ്രഹവും തേടാം.
സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയും എന്നവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എന്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകുവാനും അത്രേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ നിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും അതിരൂപത മെത്രാപ്പോലീത്തൻ വികാരിയെയും ആന്റണി കരിയ മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവരെ പരീക്ഷിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയമിച്ച കർത്താവെ, സ്ത്രീന്മാരും പ്രവാചകന്മാരുമാവുന്ന അടിസ്ഥാനത്തിൽ പടിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളിക്കാൻ സ്വന്തമായി സുവിശേഷ വേല ചെയ്ത് നീതിയന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിൽ അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി തീർത്ത മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാവുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ചു വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയുടെ പ്രിയദാസി വിശുദ്ധ യുപ്രാസി അമ്മയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിച്ചു വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ.
മാറ്റേണമേ എന്നെ നീ മാറ്റേണമേ പൂർണ്ണമായി മാറ്റേണമേ അങ്ങേതായി മാറ്റേണമേ. ഈ അപ്പത്തോടും വീഞ്ഞിനോടൊപ്പം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളവരെയും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സബദീപുത്രന്മാർ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അത് അവരുടെ ഇഷ്ടം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായി. എന്നാൽ അങ്ങയുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി അങ്ങയുടെ മനസ്സെന്തെന്നവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അത് ഉൾക്കൊള്ളുവാൻ തക്ക വിധം അവരെ അങ്ങ് പരിശീലിപ്പിക്കുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും താല്പര്യങ്ങളുടെയൊക്കെ അപ്പുറം അങ്ങ് ആഗ്രഹിക്കുന്നവ കണ്ടെത്തുവാനും അവയിലേക്ക് വളരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഉണർത്തണമേ. ഞങ്ങളെ അങ്ങ് മാറ്റണമേ. അങ്ങേതായി മാറ്റണമേ. പൂർണ്ണമായി മാറ്റണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമീൻ ആമീൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. ആശ്വദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷിക്കന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുകയും നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിനോ കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനത്തോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും
മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവ്യന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോശാന, ഹോശാന, വാനവരേ, വാനവരേ, പാടുക മോദമോടെ, പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം നിത്യം പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ വാനിലും ഭൂവിലും മഹാപ്രാഭവം തിങ്ങിനിറഞ്ഞിരിപ്പൂ തിങ്ങിനിറഞ്ഞിരിപ്പൂ പാരിടമെന്നുമെങ്കിൽ കൃപമാരിയാൻ ആരുടെ കൂകിടുന്നു ആരുടെ കൂകിടുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം നിത്യം പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ ദുർഘടങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മുതലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടന്നു ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെയും
അതിരൂപതയുടെയും അധ്യക്ഷനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരി മാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടി, മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർ, സന്യാസികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, മറ്റ് സമർപ്പിത ശുശ്രൂഷ, മിഷണർമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗി ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ട അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ജീവിതം സമർപ്പിച്ചിട്ടുള്ളവർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദനങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടി, വിശിഷ്യ വിശ്വാസിയമ്മയുടെ ബഹുമാനത്തിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി, അങ്ങയുടെ കാരണത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളവരായ എല്ലാവർക്കും വേണ്ടി, കർത്താവെ പല വിധത്തിലുള്ള രോഗങ്ങൾ, പ്രായഭേദമന്യേ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ജനിച്ചു വീണിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ ഇന്നത്തെ മറ്റെല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, അയോഗ്യനും ബലഹീനമായ ദാസന് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിക്കട്ടെ. ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ അവർക്ക് മോചനദ്രവ്യമായി അർപ്പിക്കുവാൻ തക്കവിധം ഞങ്ങളെല്ലാവരെയും നിന്റെ ആത്മാവിനാൽ ഇന്ന് ഉണർത്തണമേ. അങ്ങ് ആഗ്രഹിക്കുന്നവയിലേക്ക് ഞങ്ങൾ ഉണരട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നവ ഞങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളുടെ അമർഷങ്ങൾ വിട്ടുപോകട്ടെ. ഞങ്ങളുള്ള വ്യക്തിപരമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവസാനിക്കട്ടെ. നിന്റെ താല്പര്യങ്ങളിലേക്ക്, നിന്റെ ഇഷ്ടങ്ങളിലേക്ക്, നീ ആഗ്രഹിക്കുന്നവയിലേക്ക്, നിന്റെ മനോഭാവങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരും ഉണരുകയും വളരുകയും ചെയ്യട്ടെ. അതിനായി നിന്റെ ആത്മാവിനാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവിശ്വസിഹായി അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കും. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് കാലത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ജീവനേശങ്ങളിൽ പങ്കുകൊള്ളാം. വിധങ്ങളുടെ ശരീരങ്ങളിൽ ഒരിക്കലും ആത്മാക്കളെ രക്ഷിക്കുകയും കാരണമാട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തന്നെ വാക്കുകളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ ഭക്ഷിക്കുന്ന നമ്മെ അവിടുത്തെ സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരത്തിൽ വിധിയായി നമുക്ക് വാഴ്ത്താം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനായി ഒരുങ്ങുന്ന ഓരോരുത്തരിലേക്ക് വളരെ പ്രത്യേകമായി ഉദാശയായി അങ്ങയെ സ്വീകരിക്കാൻ സാധിക്കാതെ ആത്മന അങ്ങയെ സ്വീകരിക്കാനായി അതീവം ആഗ്രഹത്തോടെ ആയിരിക്കുന്നവരിലേക്ക് അങ്ങയുടെ ശക്തിയും സാന്നിധ്യവും സഹവാസവും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ജീവിതാശ നമ്മെ ശക്തരാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും മിശിഹായുടെ ശരീരവും രക്തവും മിശിഹായുടെ ശരീരവും മിശിഹായുടെ ശരീരം സ്നേഹം ദൈവസ്നേഹം അകതാരിലടിയാൻ സ്നേഹം ഇത്ര ചെറുതാകാരത്ര വളരെ ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇത്ര ചെറുതാകാരത്ര വളരെ ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ദോരിച്ചതാവിലല്ലേ നാഥൻ സ്നേഹത്തിൽ കൂരാശയേ
നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി നിർമ്മിച്ച ഭാരസത്തിൽ നീ കാരുണ്യതീർത്ഥവുമായി നിർമ്മിച്ച ഭാരസത്തിൽ നീ കാരുണ്യതീർത്ഥവുമായി ഇത്ര ചെറുതാകാനെത്ര വളരണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഇത്ര ചെറുതാകാനെത്ര വളരണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം പരിശുദ്ധാത്മാവിന്റെ ഭാവത്താൽ സ്തുത്യവും പരിശുദ്ധവും ജീവിതായവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ സർവശക്തനും നിത്യം ജീവിക്കുന്നതുമായ ദൈവമേ, വിശുദ്ധ യൂഫ്രാസ്യാമയിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയ അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അങ്ങയുടെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടി സഭയിൽ അങ്ങയെ പ്രകീർത്തിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മറ്റു വിശുദ്ധരുടെയും മഹനീയ മാതൃക വഴി നമ്മെ ധന്യരാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ വിശ്വസ്ത ദാസരുടെ ധീരത നമുക്ക് ശക്തി നൽകട്ടെ. അവിടേക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച സ്ത്രീഹന്മാർ നമുക്കെന്നും വഴികാട്ടികളായിരിക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ചോ വിശുദ്ധ യൂഫ്രാസ്യാമ്മയുടെയും ജീവിത മാതൃക വിശുദ്ധിയിലേക്കും പ്രാർത്ഥനയിലേക്കും നമ്മെ നയിക്കട്ടെ. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മെ കർത്താവ് തന്റെ വിശുദ്ധിയുടെ പരിമളത്താൽ മഹത്വം അണിയിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ശ്രേഷ്ഠമായ അവരെ പ്രയത്നങ്ങൾ അവരെ ശുശ്രൂഷ ലഭിക്കുന്ന ആശ്വാസവും സൗഭാഗ്യത്തിനോടുമായി അങ്ങനെ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷരെയും വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.